ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ട് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല കേട്ടോ, ഡിസംബർ 1. ഞാൻ വിചാരിച്ചു ഈ മാസം ഫുൾ, അതായത് ഡിസംബർ 1 തൊട്ട് 31 വരെയുള്ള ഈ ഡേ ഫുള്ള് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം, എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു തീരുമാനമാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നടത്താൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ. അപ്പോൾ ഇന്ന് ഡിസംബർ 1 ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 5:45 ഞാൻ അലാറം വെച്ചെങ്കിലും എന്നിട്ട് ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും 6 മണിയായി കേട്ടോ. കാരണം ഇന്ന് ഞാൻ സാധാരണ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന ദിവസം 6 മണിക്കാണ് എണീക്കുന്നത്. അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിൽ 5:45 5:30 ആകുമ്പോൾ ഞാൻ എണീക്കും. ഇന്ന് അമ്മ ടാപ്പിംഗ് ഒന്നും പോകാത്തതും ഞാൻ ലേറ്റായിട്ടാണ് എണീറ്റത്. കുഞ്ഞുങ്ങൾക്ക് ചോറ് ഞാൻ കൊടുത്ത് വിടുന്നില്ല. ഇടയ്ക്ക് അവർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച സമയത്തൊക്കെ ഞാൻ ചോറ് കൊടുത്ത് വിട്ടു. പക്ഷേ അവർക്ക് സ്കൂളിൽ ചോറുണ്ട്, നമ്മളത് ശീലമാക്കിയാൽ ശരിയാവത്തില്ലല്ലോ. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് അവർക്കുള്ള ചായ വെച്ചിട്ടോ. പക്ഷേ എനിക്കൊരു പണി കിട്ടി ഗൈസ്, വേറൊന്നുമല്ല, നമ്മുടെ ഗ്യാസ് നല്ല പണി വന്നിട്ടുണ്ട്. ഗ്യാസ് തീർന്നു പോയി. നമുക്ക് അടുത്ത സിലിണ്ടർ എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് വെള്ളിയാഴ്ച ആവണം കേട്ടോ. നമ്മുടെ ഗ്യാസ് വണ്ടി വരുന്നത് വെള്ളിയാഴ്ചകളിലാണ്. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച പറ്റത്തുള്ളൂ. കഴിഞ്ഞിടയ്ക്ക് നല്ല പൈസയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവരെ വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ പണിയെന്ന് പറഞ്ഞാൽ, പുതിയ ഡ്രൈവറാണ്, നമുക്കിവിടെ ഒരു കയറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ആ കയറ്റം കയറി വരാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവർ കയറി വന്നതുമില്ല. നമുക്ക് എടുക്കാൻ താഴോട്ട് പോകാനും പറ്റിയില്ല കേട്ടോ. ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, ബട്ട് ഏട്ടനൊന്ന് വയ്യായിരുന്നു കേട്ടോ, സുഖമില്ലായിരുന്നു. പക്ഷേ എനിക്ക് വണ്ടിയിൽ പോയാലും വണ്ടിയുടെ ഫ്രണ്ടിൽ ഗ്യാസ് കുറ്റി കയറി ഇരിക്കാത്തതുകൊണ്ട്, അതിൻ്റെ ആ ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാനും പോയില്ല. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല, ഫ്രണ്ടിലെടുത്ത് വെച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല, വണ്ടിയുടെ ഫ്രണ്ടിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ കുറ്റി എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ വിറകടുപ്പിലാണ് ഇന്ന് ചായ വെക്കുന്നത്. ചായക്കുള്ള പാല് വെച്ച് നല്ല തീ ഇട്ടിട്ടുണ്ട്. വിറക് കത്താനാണ് ഭയങ്കര പാടും കേട്ടോ. അങ്ങനെ ഒരുവിധം ചായയൊക്കെ ഇട്ട് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂണിഫോം എടുക്കാൻ വന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ തുണിയിൽ, അതായത് മോടെ തുണിയാണ് അലമാരയുടെ ഏറ്റവും അടിയിൽ തട്ടി കേട്ടോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ അലമാര ഓപ്പണായി കിടക്കുന്നു. അതിൽ നോക്കിയപ്പോൾ ഇരിക്കുന്നു നമ്മളൊക്കെ ഇവിടെ ഒരു പൂച്ച വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. വേറെ എവിടെയോ ഉള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് നമ്മുടെ വീട്ടിൽ വന്നത്. അപ്പം ഇടയ്ക്കൊക്കെ ചോറ് കൊടുക്കും കേട്ടോ, അമ്മ ചോറൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരിയുടെ മക്കളെ കൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ തുണിക്കകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ അതിനോട് സേഫായിട്ട് എടുത്തൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് അമ്മ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അമ്മയെ വിളിച്ചുകൊണ്ടിട്ട് പറഞ്ഞ് അമ്മയെ കാണാൻ മുറ്റത്ത് 4 പേര് വന്നിരിക്കണമെന്ന് പറഞ്ഞ് അമ്മ ഇറങ്ങി വന്നപ്പോൾ 4 പൂച്ചക്കുഞ്ഞുങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ, നല്ല രസമല്ലേ. എൻ്റെ കെട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പിതുക്കാൻ കേട്ടോ. പൂച്ചയുടെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടോ നിൻ്റെ കുഞ്ഞുങ്ങളെ എവിടെയാണ്, കാരണം വേറെ എവിടെയോ ആണ് കൊണ്ട് പ്രസവിച്ചത്. പക്ഷേ കുഞ്ഞുങ്ങളെ പിന്നീട് ഇവിടെ കൊണ്ടുവെക്കാൻ തുടങ്ങി കേട്ടോ. കൊണ്ടുവെക്കുന്നത് ഇഷ്യൂ അല്ല, പക്ഷെ കുഞ്ഞുങ്ങളെ തുണിയിൽ കൊണ്ടുവെക്കുന്നത് അത് ഇഷ്യൂ അല്ലേ. പിന്നെ അതെല്ലാം വാഷ് ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് അത് അങ്ങനെ ഇട്ട് കൊടുക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം തള്ളപ്പൂച്ചടയിൽ ഇരിക്കുന്നതാണ് സേഫ് എപ്പോഴും അല്ലേ. നമ്മളിപ്പം കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടെ അമ്മമാരുടെ അടുത്തിരിക്കുന്നതല്ലേ സേഫ്. അപ്പം ഞാനും അമ്മയും വിചാരിച്ച് കുഞ്ഞുങ്ങളെ എന്തായാലും എൻ്റെ മക്കളെ ഒന്ന് കാണിച്ചിട്ട് തള്ളപ്പൂച്ചയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, അത് വിഷമിച്ച് നടക്കുകയല്ലേ. അപ്പം സാറുമാർ 2 പേരും നല്ല ഉറക്കമായിരുന്നു. ഞാൻ ചെന്ന് മറ്റേ സ്കൂളിൽ പോയി എണ്ണിക്ക് മക്കളെ റെഡിയാവും മക്കളെ എന്ന് പറയേണ്ട ഞാൻ ഒരൊറ്റ കാര്യം അവരോട് ഇന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. നിങ്ങളെ തിരക്കി 4 പൂച്ചക്കുഞ്ഞുങ്ങൾ വന്നിരിപ്പുണ്ട്, കാണണമെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റുക. ഈ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് എൻ്റെ മക്കൾ 2 പേരും കട്ടിലിൽ നിന്ന് ചാടി ഓടി ഇറങ്ങി വന്ന് പൂച്ചക്കുഞ്ഞിനെ കണ്ട സന്തോഷം കണ്ട അവരുടെ മുഖത്ത്. എന്നിട്ട് വന്നപ്പോൾ 4 പൂച്ചക്കുഞ്ഞുങ്ങൾ വീട്ടു മുറ്റത്തൊന്ന് ഓർത്ത് നോക്കിയാൽ അവരുടെ സന്തോഷം, മോൻ്റെ ചിരി കണ്ട. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവർ അതിൻ്റെ കൂടെ ഇരുന്ന് കേട്ടോ, തൊടുകയും അതിൻ്റെ തലോടുകയൊക്കെ ചെയ്തു. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. മോളെ ഇതുപോലെ 2 ഇരയൊക്കെ പൂച്ച മാന്തിയിട്ടുണ്ട്. പൂച്ചക്കുഞ്ഞുങ്ങളെ എടുക്കുമ്പം പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. എന്നുവെച്ചാൽ അവൾ പൂച്ചക്കുഞ്ഞുങ്ങളെ അന്നെടുത്ത് സ്നേഹിക്കുകയല്ല ചെയ്ത് കേട്ടോ. പൂച്ചക്കുഞ്ഞുങ്ങളെ എടുത്തെറിയും എടുത്തെറിയും. അങ്ങനെ ആയപ്പോൾ പൂച്ച ആദ്യമൊക്കെ ഇങ്ങനെ തട്ടി മാറ്റി കളഞ്ഞവളെ. പിന്നെയും പൂച്ച സഹിക്കാൻ വയ്യാതെ കൈ വെച്ച് അടിക്കൂലേ, അങ്ങനെ അടിച്ചപ്പോൾ അതിനെ നഖം കൊണ്ട് കേട്ടോ. അവൾക്കിപ്പം ഓൾറെഡി 2 ഇഞ്ചക്ഷനൊക്കെ നേരത്തെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു തവണ പൂച്ചയുടെ നഖം കൊണ്ട്, ഒരു തവണ പട്ടിയുടെ നഖം, അങ്ങനെ 2 തവണ അവൾക്ക് അതിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു കേട്ടോ. ഇപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങൾ എടുത്ത് വെച്ച് കളിപ്പിക്കലാണ്. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് അതിനെ തൊടാനൊന്നും സമ്മതിച്ചില്ല. ഇനി അവരെ റെഡിയാക്കി അവരെ സെറ്റാക്കി എനിക്ക് സ്കൂളിൽ വിടണം. അവരെ വിട്ട് കഴിഞ്ഞാൽ ഇനി എൻ്റെ എന്ത് പരിപാടിയും വീട്ടിലേ നടക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ പുറകിൽ എന്തായാലും 1 മണിക്കൂർ എനിക്ക് പോകണം. അവർക്കുള്ള ചായ റെഡിയാക്കി വെക്കണം. മോള്
നല്ല വിഷമത്തിലായിരുന്നു കേട്ടോ. കാരണം ഡിറ്റേഷനുണ്ട് ഇന്ന്. അവളോട് ഞാൻ ഇന്നലെ ഉറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മക്കളെ പഠിക്ക്. ഇല്ലമ്മ എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ രാവിലെ എണീറ്റിരുന്ന് പഠിച്ചോളാം. എനിക്കറിയാം അവിടെ സ്വഭാവം. കാരണം അവൾ പഠിക്കാതെ കിടന്നിട്ടുണ്ടെങ്കിൽ അവൾ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേ തുടങ്ങും മൂക്കിട്ട് വിറപ്പിക്കാനും കണ്ണ് നിറയ്ക്കാനും. അങ്ങനെ പിന്നെ ഞാൻ ഒരു 10 മിനിറ്റ് തയ്ച്ചെടുത്തില്ല കേട്ടോ. അവൾ പറഞ്ഞു കൊടുത്ത് അവൾ പഠിച്ചു. ഡിറ്റേഷൻ്റെ മാർക്കൊക്കെ കിട്ടി കേട്ടോ. വൈകിട്ട് വന്നപ്പം അത് ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്തിടാൻ മറന്നുപോയി. പക്ഷേ മാർക്കുണ്ട്. 5-ൽ 4 വാങ്ങിച്ചു, 1 അവൾക്ക് തെറ്റിപ്പോയി. കായ എഴുതി 50 രൂപ എഴുതിയില്ല. അത്രേ ഉള്ളൂ പ്രശ്നം കേട്ടോ. അങ്ങനെ നമ്മുടെ പൂച്ച കുഞ്ഞുങ്ങളെ തിരക്കി അവിടെ അമ്മ വന്നു കേട്ടോ. അവർ അമ്മ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അമ്മ ബക്കറ്റോടെ കൊണ്ട് ചരിച്ച് വെച്ച്, ഇവരെ മണ്ണിൽ കിടത്തണ്ടെന്ന് വെച്ച് ചരിച്ച് വെച്ചപ്പം പൂച്ച എടുത്തുന്നില്ല കേട്ടോ. പൂച്ചയ്ക്ക് പേടി. അങ്ങനെ പിന്നെ അമ്മ എടുത്ത് മുറ്റത്ത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് പോയി കേട്ടോ. 2 പേരെ എടുത്തുകൊണ്ട് 2 പേരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞ് അതുങ്ങളെ വന്ന് എടുത്തുകൊണ്ട് കേട്ടോ. നമ്മൾ ചുറ്റും നിൽക്കുമ്പോൾ എടുക്കും. അങ്ങനെ ഞങ്ങൾ പുറകിൽ പോയി കേട്ടോ. പുറകിൽ പോയി എന്തിനാന്ന് വെച്ചാൽ സാറ് എവിടാ കുഞ്ഞുങ്ങളെ കൊണ്ട് വെക്കുന്നതെന്ന് നമുക്കൂടി ഒന്ന് അറിയണ്ടേ. അങ്ങനെ ഞങ്ങൾ പുറകിൽ പോയൊക്കെ നോക്കിയപ്പം നമ്മുടെ വീടിൻ്റെ പുറകിൽ കുറച്ച് വിറകടുക്കി ടാർപ്പയൊക്കെ ഇട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ആശട്ടി കൊണ്ട് വെക്കുന്നത്. പക്ഷെ അവിടെ സേഫ് അല്ലാത്തതുകൊണ്ടാണ് പിന്നെയും റൂമിൽ കൊണ്ടുവച്ചാലുള്ള പ്രശ്നം നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അവർ പോയി എടുക്കും. അവർക്ക് പിന്നെ മാന്തൽ കിട്ടും, ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ അവർക്ക് അതിൻ്റെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുള്ളതാണ് നമ്മളങ്ങനെ ചെയ്യാനത്. അതുകൊണ്ട് അവർക്ക് രാവിലെ പിന്നെ ചായയും ബിസ്ക്കറ്റും കൊടുത്തു കേട്ടോ. അവർക്ക് പലഹാരം ഉണ്ടാക്കിയിട്ട് അവരങ്ങനെ കഴിക്കാറില്ല. അതുകൊണ്ട് ചായയും ബിസ്ക്കറ്റും കൊടുത്ത്. ഗോതമ്പിന് ഒരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്. അത് പിന്നീടാണ് ഉണ്ടാക്കിയത്. പക്ഷേ രാവിലെ അവരതൊന്നും കഴിക്കാറില്ല. അവർ സ്നാക്സ് എന്തെങ്കിലുമാണ് കഴിക്കാറില്ല. അപ്പോൾ സ്കൂളിൽ കൊണ്ടുവെക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർക്ക് കഴിക്കാൻ കൊടുക്കും. ഇന്ന് പക്ഷേ മോള് നല്ല വഴക്കായിരുന്നു കേട്ടോ രാവിലെ സ്കൂളിൽ. കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു വീടുണ്ട് കേട്ടോ. ആ വീട്ടിൽ പാല് കച്ചായിരുന്നു, ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് അവിടെ പോകാൻ വേണ്ടി അവൾക്ക് സ്കൂളിൽ പോകുന്നത് നല്ല മടിയായിരുന്നു. അവൾക്ക് ആദ്യമൊക്കെ പനി ചുമ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അവൾ. പിന്നെ അവളെ റെഡിയാക്കി കൊണ്ടുവന്നപ്പം അവൾക്ക് അപ്പാമ്മ കൊണ്ടുവിട്ടാൽ മതി ബസ് കയറ്റാൻ, ഞാൻ കൊണ്ടുവിടണ്ട. മോനാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഞാൻ കൊണ്ടുവിട്ടാൽ മതി എന്നും പറഞ്ഞ് വഴക്ക്. അങ്ങനെ പിന്നെ അമ്മ പറഞ്ഞു നീ കൊണ്ടുപോകാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നു. പക്ഷെ അവൾ വന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ അവളെ പാതി വഴിക്ക് കൊണ്ടുവിട്ടേ. പിന്നെ അവൾ ഓക്കെ കേട്ടോ. ആ ഒരു കുറച്ച് ടൈമിലുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നീട് അവളങ്ങ് ഓക്കെ ആവും. അങ്ങനെ അവർ രണ്ടുപേരും ഇതാ സ്കൂളിൽ പോകണം. അവരെ ബസ് കയറ്റി വിട്ടിട്ട് വേണം എനിക്കിന്ന് തിരിച്ചു വരാൻ. അവരുടെ ബസ് അവർ ഏകദേശം ഒരു 7:30 ആകുമ്പോഴേക്കും വരും കേട്ടോ. അങ്ങനെ നമ്മൾ ദാണ്ട് ബസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയപ്പോൾ ബസ് വന്ന് അവരെ കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. തിരിച്ച് വീട്ടിലെത്തി. ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് കയറുന്നുണ്ട്, അടുപ്പിലാണ്. എല്ലാം ഇറക്കുമ്പോൾ നമ്മൾ റെഡിയാക്കും. അങ്ങനെ രാവിലെ തോരനൊക്കെ വെച്ച് ഉണക്കമീനൊക്കെ പൊരിച്ചിട്ട് അമ്മയെ വിട്ട് കേട്ടോ. അമ്മയെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജോലിയൊക്കെ ഒതുങ്ങും. പാത്രം കഴുകി തൂത്തുവാര് അങ്ങനെയുള്ള ജോലിയെല്ലാം ഒതുങ്ങിയിട്ട് ഞാൻ സാധാരണ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് ഞാൻ രാവിലെ കഴിക്കുകയാണ്. നമ്മൾ ഗോതമ്പിൻ്റെ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ സാധാരണ ഞങ്ങൾ പത്തനംതിട്ടയിൽ ഇങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. പത്തനംതിട്ട നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗോതമ്പ് കുഴച്ച് അതിൻ്റെ അകത്താണ് ശർക്കരയും തേങ്ങയൊക്കെ വെച്ച്, അതാണ് നമ്മുടെ ഗോതമ്പ് കൊഴുക്കട്ട. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ വേറൊരു രീതിയിലാണ്. നമ്മൾ ഗോതമ്പ് കുഴച്ചുണ്ടയാക്കി വെള്ളത്തിലിട്ട് കൊഴുക്കട്ടയാണ് കേട്ടോ. അങ്ങനെ കൊഴുക്കട്ടയൊക്കെ തിന്ന് കുറച്ച് നേരം ഞാൻ കിടക്കുകയൊക്കെ ചെയ്തിട്ടാണ് മീൻകറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിലോട്ട് പോയി കേട്ടോ. ഞാനും അപ്പുറത്തെ ഒരു ചേച്ചിയും കൂടിയാണ് പോയത്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അവരുടെ വീടൊക്കെ കണ്ടു കേട്ടോ. തൊട്ടപ്പുറത്തല്ലേ അങ്ങനെ ചെന്ന് കയറിയത്. കുറച്ച് നേരമൊക്കെ വീടുണ്ട്. നല്ല സൂപ്പർ വീട് കേട്ടോ. നല്ല സൂപ്പർ കിച്ചണാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടെ. അങ്ങനെ നല്ല സൂപ്പർ വീടായിരുന്നു. വീടൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ. മക്കൾ വന്നിട്ട് ഫുഡ് കഴിക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഒരു ഐസ്ക്രീം കാരൻ വന്നു. പിന്നെ വേറൊന്നും നോക്കിയില്ല, ഒരു ഐസ്ക്രീം വെച്ച് ഞാൻ കഴിച്ചു. മക്കൾക്ക് വാങ്ങിച്ചു വെച്ചില്ല കേട്ടോ. ഈ കോണായതുകൊണ്ട് അവർക്ക് വാങ്ങിച്ചു വെച്ചാലും ഇരിക്കൂല, അലിഞ്ഞു പോകും. അതുപോലെ അവർക്ക് ജലദോഷമൊക്കെ ഉണ്ട്, മൂക്കിൽ പൊള്ളുന്നതുകൊണ്ട് അവർക്ക് വാങ്ങിച്ചു വെച്ചില്ല. പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ മക്കളെ വിളിക്കാൻ സമയമായിട്ട് അങ്ങനെ അവരെ പോയി ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുറച്ച് നേരം ഞാനും മക്കളും കൂടി ഇരുന്ന് കാർട്ടൂൺ കണ്ടു കേട്ടോ. അവരോട് ഇരുന്ന് കാർട്ടൂൺ കണ്ടു. കാരണം വേറൊന്നുമില്ല, ഞങ്ങൾ അവിടെ ഫോൺ കൊടുക്കാറില്ല. ഇന്ന് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡ് നിറച്ച് വണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഹൗസ് വാമിങ് വീടിൻ്റെ മുറ്റത്തായതുകൊണ്ട് റോഡ് നിറച്ച് വണ്ടിയായതുകൊണ്ട് കുഞ്ഞുങ്ങൾ സേഫ് അല്ല. അവരെപ്പോഴും റോഡിൽ കയറി ഓടും. അതുകൊണ്ട് അത് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അവർക്ക് ഫോൺ കൊടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുത്തിയിട്ട് അങ്ങനെ അമ്മ വന്നിട്ട് പിന്നീട് ഞങ്ങളെല്ലാവരും കൂടി പോയേ. അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിയും ചേച്ചിയും എല്ലാം കൂടി ഞങ്ങളെല്ലാവരും കൂടി അവരുടെ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ദാണ്ട് അവർക്കൊരു കൂട്ട് കിട്ടിയുണ്ട്, ഒരു കുഞ്ഞു പാവ കേട്ടോ. അവിടെ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇവരോട് ഇങ്ങനെ കാര്യം പറയുകയെ അവരോട് ഇങ്ങനെ തൊട്ടും തലോടിയൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം അവൾ അവരുടെ അടുത്ത് നിന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ വന്ന്
എപ്പോഴും കളിച്ചു നടന്നാൽ പറ്റില്ല, കുറച്ച് നേരം പഠിക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ പഠിക്കാനൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെ എന്തായാലും സ്കൂളിൽ വിടണം. അപ്പം നാളത്തെ വർക്ക് ചെയ്ത് വെച്ചല്ലേ വിടാൻ പറ്റൂ. മോന് നാളത്തെ വർക്ക് ഇന്നത് ചെയ്യണം, പക്ഷെ മോൾക്കത് പ്രശ്നമല്ല. കാരണം അവൾക്ക് നാളത്തെ ടൈം ടേബിളിൽ ഇന്നത്തെ വർക്ക് വരുന്നില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്യും, ആ വർക്ക് അങ്ങ് ചെയ്യിപ്പിച്ച് വെക്കും, പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് വർക്കൊക്കെ ചെയ്തു. അങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ്, വർക്കും ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് റീൽസൊക്കെ ഇട്ടു കേട്ടോ. ആ റീൽസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നാത്തൂനൊക്കെ വന്നു കേട്ടോ. നാത്തൂനും കുഞ്ഞും കൂടി വന്നു. അവരും ഹൗസ് വാമിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അളിയനും നാത്തൂനും കുഞ്ഞും കൂടി വന്നു. അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാര്യം പറഞ്ഞ് ഞങ്ങൾ പിന്നെയും ഹൗസ് വാമിങ് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ, നാളെ കാണാം.